നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോൾ തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടന്റെ കംബാക്ക്. അതെ, തീർച്ചയായും ഞങ്ങൾക്ക് നമുക്ക് സിനിമ കണ്ടപ്പോൾ പേഴ്സണലി തോന്നിയതാണ്. അല്ല, നമ്മളെ കാര്യം നോക്കിയാൽ മതി, മറ്റുള്ളവർക്ക് എന്താണെന്നുള്ള അത് മറ്റേ ഷാജഹാൻ പറഞ്ഞത്, ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരാ അല്ലേ, മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. സത്യം, മറ്റുള്ളവർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല. അതായത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പഴകിയ രീതിയിലാണ്, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല സിനിമയും ഭയങ്കര അഭിപ്രായം പറഞ്ഞവരാണ് ഇതൊക്കെ പറയുന്നതാണ്. അത് ഓർക്കണം. അതുമല്ല, ഇതിന്റെ കണ്ടന്റ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഈ പഴയ വീഞ്ഞെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടി. സത്യം, ഇതിനു മുൻപ് പറഞ്ഞിട്ടില്ല. ഏത് കാലം മുതലാണ് ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ വ്ളോഗേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയത് ഏത് കാലം മുതലാണെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതിനുശേഷമല്ലേ ഈ കണ്ടന്റിന് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. അല്ലാതെ 10-15 വർഷം പല ആൾക്കാരും പല കമന്റും കണ്ടു. 15 വർഷം മുന്നേ ഇറങ്ങായിരുന്നു ഹിറ്റായിരുന്നു. 15 വർഷം മുന്നേ എവിടെയാണോ വ്ളോഗേഴ്സ് ഉള്ളത്? ഞങ്ങൾക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതുവരെ ആരും പറയാത്ത കണ്ടന്റായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് ഇത് ഓപ്പണായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരുടെ വീഡിയോസിലും ഉണ്ട്. നമുക്ക് പറയണമെന്ന് തോന്നും, പക്ഷെ നമുക്ക് അത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇങ്ങനെ സിനിമ വഴിയും അങ്ങനെയൊക്കെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റും. അത് കറക്റ്റായിട്ട് കാണിച്ചു തന്നതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അത് നല്ല കണ്ടന്റുമാണ്. ഞങ്ങളെ ബേസ് ചെയ്തിട്ട് നല്ല കണ്ടന്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് പുതിയ കാര്യമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും പിന്നെ ഞങ്ങൾ ഇതിന്റെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. ആ റിവ്യൂ സാരിഷ് മുഹമ്മദിന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലേടാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നുള്ള കുറച്ച് കമന്റ്സും വന്ന് കണ്ടു. ഞങ്ങൾ മലയാളി ഫ്രം ഇന്ത്യ കണ്ടതാണ്, അതിന്റെ റിവ്യൂ ഞങ്ങൾ ഇട്ടതാണ്. സാരിഷ് മുഹമ്മദ് തന്നെയായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ്. ഞങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ആ റിവ്യൂ കണ്ടാൽ മനസ്സിലാവും. പിന്നെ സാരിഷ് മുഹമ്മദ് മാത്രമല്ല, സിനിമാ മേഖലകളിൽ നിന്ന് ഞങ്ങൾക്കുള്ള ഫ്രണ്ട്സ് വേറെയുണ്ട്. പല സിനിമകളുടെ ഒരുപാട് വളരെ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ടുള്ള പല റിവ്യൂ ചെയ്ത സിനിമകളുടെയും ചില ആൾക്കാരോട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. മലൈക്കോട്ടെ വാലിബൻ. അങ്ങനെയാണെങ്കിൽ അതിന് ഞങ്ങള് ഏറ്റവും കട്ട പോസിറ്റീവ് പറയേണ്ട ആൾക്കാരാണ് ആ സിനിമയ്ക്ക്. കാരണം അങ്ങനത്തെ ബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അതല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം വെച്ചിട്ടല്ല ഞങ്ങൾ ആ സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞിട്ടുള്ളത്. ആ സിനിമേന്റെ കണ്ടന്റ് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എനിക്ക് തോന്നിയെന്താണെന്നറിയോ, ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയില് അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ സിനിമ ആകുമായിരുന്നു ഇത് ദിലീപ് അല്ലെങ്കിൽ. തീർച്ചയായിട്ടും. നെസ്ലൻ, മാത്യു, അല്ലെങ്കിൽ അനശ്വര രാജൻ, മമിത ബൈജു, ഇവരൊക്കെ ആരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ 2K കിഡ്സിലെ ചിലരാരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ സബ്ജക്റ്റും പുതിയ കണ്ടന്റും ആയിരിക്കും, പുതിയ സംഭവമായി ആ രീതിയിൽ അംഗീകരിക്കുമായിരുന്നു. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പല ആൾക്കാരുടെ സിനിമകൾ, ഇപ്പൊ സുരേഷ് ഗോപിയുടെ സിനിമകൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആളുടെ രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. അതും സിനിമയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഏത് സിനിമക്ക് നമുക്ക് റിവ്യൂ പറയാനോ അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യം ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ആരാ നല്ലതുള്ളത്? അങ്ങനെയാണെങ്കിൽ നമ്മൊന്ന് ആലോചിച്ച് നോക്കുന്നേ, എത്ര നടന്മാരും എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരുടെയൊക്കെ ആ പേഴ്സണൽ ലൈഫിലുള്ള കാര്യം കൂടി എടുത്തു വെച്ചിട്ട് നമ്മൾ സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ ആരെയും കാണാൻ നടക്കൂല. ആ തെറ്റിനെ കുറിച്ചല്ല, അതിനെ നമ്മൾ ന്യായീകരിക്കുമല്ല. അത് വേറെ ഇത് വേറെ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ. തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അങ്ങനെ ഞങ്ങൾ കാണുള്ളൂ. അങ്ങനെ ഒരാളെ മാത്രം അയാളുള്ളത് കൊണ്ട് ആ സിനിമ കാണുന്നില്ല എന്ന് പറയുമ്പം, നിങ്ങൾ പല സിനിമകളുടെ റിവ്യൂ പറയുമ്പോഴും വന്ന് നമ്മുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ വന്ന് കമന്റ് ഇടാറുണ്ട്, എത്ര പേരുടെ അധ്വാനാണ് ഈ സിനിമ. അങ്ങനെ ഒരാളെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള എത്ര 10, 100, 150 പേരുണ്ട് അതിനകത്ത്. അവരൊക്കെ ജീവിതത്തിൽ അവരുടെയൊക്കെ ജീവിതമാർഗമാണ് അത്. അധ്വാനം എവിടെ? അപ്പൊ അതും പ്രാധാന്യമില്ല. അതും കൂടി ചിന്തിക്കണം. അപ്പൊ ഒരു ആളുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രമല്ല ഇതൊന്നും വരേണ്ടതെന്നാണ് പറയാനുള്ളത്. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ സിനിമയുടെ റിലീസിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നില്ല, ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. കാണാം. പുതിയ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മുടെ കൂടെ നിൽക്കാൻ 1 മില്യൺ ആളുള്ളപ്പോ ഒരാൾക്ക് വേണ്ടി നമ്മുടെ ലൈഫ് എന്തിനു മാറ്റി വെക്കണം? ഇതാണ് നടി. അതെ, വീട്ടിലാണ്. ഓക്കെ, പഠിക്കാം.
ഞങ്ങൾക്ക് കുട്ടികളെ കുടുംബമൊന്നുമില്ല. ഇവിടെ വരുന്നവരൊക്കെ തന്നെയാ ഞങ്ങളുടെ കുടുംബം. നമ്മുടെ നാടാകെ മാറിപ്പോയിടാ. സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട. വേറെ മൂടാണല്ലോ ട്രെയിലർ. ചുമ്മാ നീളം കമ്പി ചട്ടത്തിൽ ഫോണും പിടിപ്പിച്ചോണ്ട് വന്ന ആരോടും എന്ത് തോന്നിയാസം ചോദിക്കാന്നാണോ? വീട്ടിലുള്ള സാധനമാണോ? പക്ഷെ റിവീൽ ചെയ്തില്ലേ അവര്? ഒരു കാര്യം കൂടി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. നിങ്ങളുടേത് മാത്രം. നല്ല ഈ ഒരു സീനിലല്ലേ കൈയടിച്ചത്? അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. അല്ല സത്യല്ലേ? പിന്നെ തീർച്ചയായിട്ടും മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാവരുത്, അത്രേ ഉള്ളൂ സംഭവം. നമുക്കുണ്ടാകുന്ന തിരിച്ചറിവ്, ഇപ്പോൾ ഒരാൾ പറയുന്നത് ശരിയാണ് എന്ന് ഫീൽ ചെയ്ത്, ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമുക്കുള്ള ഒരു നിലപാട് അത് ഇന്നതായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാൾ, ആ ഒരാളിൽ നിന്ന് കേട്ടിട്ട് എൻ്റെത് ശരിയായിരുന്നില്ല, അത് തിരുത്താനുള്ള സമയമായി, ആ രീതിയിലുള്ള കാര്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വസ്തു, എവിടെയോ ഒരു സാധനം ഉണ്ട്, ആ സാധനത്തിനെ കുറിച്ച് ഒരാൾ പറയുകയാണ്, ആ സാധനം പോരെ, അല്ലെങ്കിൽ അവിടെ ഒരു സാധനം ഇല്ല എന്ന് ആൾ പറയാണ്, അപ്പം ഞാനത് വിശ്വസിക്കില്ല. ആൾ പറഞ്ഞത് കേട്ട് ഞാൻ ആളോട് പറയാണ് അവിടെ ഒരു സാധനം ഇല്ല കേട്ടോ, അത് വളരെ മോശം സാധനമാണ്, അങ്ങനെ പറയാം. ആ സാധനമാണ് പറഞ്ഞത്, അതവിടെ ഉണ്ടാവും, അത് നല്ല ബെറ്റർ സാധനമായിരിക്കും. പക്ഷെ ഈ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അഭിപ്രായം എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം, അല്ലാതെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതായത് ഒരു സിനിമ വന്ന് ആദ്യത്തെ ദിവസം എത്ര ഷോ കളിച്ചു, എത്ര ടിക്കറ്റ് വിറ്റുപോയി എന്നുള്ളതും, ഈ സിനിമക്ക് അഭിപ്രായം വരുന്ന കമൻസുകൾ, പോസ്റ്റുകൾ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ടിക്കറ്റിൻ്റെ ഡബിൾ ഇരട്ടി അഭിപ്രായങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ ഈ അഭിപ്രായം പറയുന്നത്? ഇത്രയും പേർ സിനിമ കാണാതെയാണ്. അതായത് മറ്റൊരാൾ, അതായത് നമ്മൾ നല്ല ഒട്ടുമിക്ക റിവ്യൂവേഴ്സും പറയാറുണ്ട് കേട്ടോ, അവരവരുടെ റിവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഒട്ടുമിക്ക റിവ്യൂവേഴ്സും അത് അവസാനിപ്പിക്കാറുള്ളത്. നമ്മളും പറയാറുള്ളത് അത് തന്നെ. നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മുടെ മാത്രമാണ്. അതായത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പോയി കണ്ടാൽ മാത്രമേ അറിയുള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണോ ഇഷ്ടപ്പെടാത്തതാണോ എന്ന്. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങളൊരു സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെടുക്കുന്ന തീരുമാനമാണ് ഞങ്ങളുടെ റിവ്യൂ. അതെ, ഏത് ഞങ്ങൾ ഒരുമിച്ച് കണ്ടു, ഞങ്ങൾക്കുള്ള വീക്ഷണം, അതാണ് നിങ്ങൾ കാണുന്ന ഞങ്ങളുടെ റിവ്യൂ. അല്ലാതെ ഞങ്ങൾ സിനിമ കാണുന്നു, എന്നിട്ട് മറ്റു പല റെസ്പോൺസ് എടുക്കുന്നു, കമൻസുകൾ എടുക്കുന്നു, പോസ്റ്റുകൾ എടുക്കുന്നു ഫേസ്ബുക്കിലൊക്കെ വരുന്നത്, എന്നിട്ട് സംഭവം എല്ലാം മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി എടുത്ത് നമ്മൾ റിവ്യൂ പറയുമ്പോഴേ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏറെ പോകും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതല്ല ഞങ്ങളുടെ റിവ്യൂ. അതാണ്, മനസ്സിലായോ? ഞങ്ങൾക്ക് എന്ത് തോന്നി അത് ഞങ്ങൾ പറഞ്ഞിരിക്കും, അതത്രേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് നമ്മുടെ റിവ്യൂസിലൊക്കെ വന്നത്. ശരിക്കും അങ്ങനെയല്ലേ വരേണ്ടത്. ഇപ്പൊ കുറെ പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രിൻസിന്റെ റിവ്യൂ എന്താ മൂഞ്ചിപ്പോയി, റെട്രോ റിവ്യൂ മൂഞ്ചിപ്പോയി. ഒരിക്കലും അല്ല, അത് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ്. ഞങ്ങൾ ആ സിനിമയ്ക്കൊക്കെ പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് സന്തോഷം അതാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ സന്തോഷം അതാ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഞങ്ങൾ പറയുള്ളൂ. ഇതിപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ നോക്കിയാൽ പറയാം. ചുമ്മാ പറയുന്ന കേട്ടോ, അല്ല കാര്യം പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പോയി കണ്ടാലേ അത് നിങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടും എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഈ കമന്റ്സ് വരുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് നിങ്ങളിത് മുഞ്ചിപ്പോയി എന്ന് പറയുന്നതിൽ 20% അവർ കണ്ടു തന്നെ പറയുന്നതാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല ഏതാണ് അത് ശരി എന്നുള്ളത്.
പക്ഷേ ചില കമൻസിൻ്റെ ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതായത് ഇവർ ഇടുന്ന അറിയാൻ പറ്റും. ഹിസ്റ്ററി ഒക്കെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളത്. അതിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, തീർച്ചയായിട്ടും അത് ഇതേപോലെ തന്നെ, അതായത് അത് അവരുടെ അഭിപ്രായങ്ങളാണ്. അത് അവരുടെ അഭിപ്രായമായിരിക്കും. പല കമന്റ്സും വരുമ്പോൾ അതിന്റെ ഹിസ്റ്ററി എടുക്കാൻ പറ്റും. അതെ, അതെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ആളെ ഏതൊക്കെ സിനിമകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരുടെ സിനിമകൾ വരുമ്പോഴാണ്, ആരുടെ അപ്ഡേറ്റ്സ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ കമന്റ് ഇടാറുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ആരാണ്, എന്താണ്, എല്ലാം കിട്ടും. ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അത് അങ്ങനെ ഒരാളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പുറത്ത് വന്നത് പറയുന്നതെന്ന് കാണുമ്പോഴാണ് നമുക്കും തോന്നുന്നത് എന്തിനാണ്, അതായത് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം വന്ന് പറയുന്ന ആൾക്കാരാണ്. അത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം സിനിമയെ സ്നേഹിക്കുന്ന ഒരാളും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നു. സിനിമയായിട്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് കാണുന്ന ആൾക്കാരുണ്ട്. അവരെപ്പോഴും ജെന്യൂൻ ആയിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ ഇഷ്ടപ്പെട്ടില്ല, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും നല്ല സിനിമയാണ്. നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പോയി കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.